എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെങ്കട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ വന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമയെക്കുറിച്ചാണ്, അതായത് ഗോട്ട്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥയെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ട്രെയിലറിൽ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്താ കഥയുടെ ഉള്ളടക്കം എന്നുള്ളത്. എന്നാലും സിനിമ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കി പറയാമെന്ന് വിചാരിച്ച് പറയണം. അതായത് നമ്മുടെ കഥാനായകൻ വന്നിട്ട് ഒരു റോ ഏജൻറ്റ് ആണ്. കൂടെ ഒരു 4 പേരുണ്ട്. ഇവർ ചേർന്നിട്ട് ഇവർ 4 പേരും ചേർന്ന് ഒരു മിഷന് വേണ്ടി കെനിയയിലേക്ക് പോവുകയാണ്. ആ മിഷൻ സക്സസ്ഫുൾ ആകുന്നു. അതിൽ നമ്മുടെ വില്ലനും അവൻ്റെ കുടുംബവും ബാധിക്കപ്പെടുന്നു. അതിനുശേഷം അതൊന്നും അറിയാണ്ട് ഇവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ എന്ത് നടന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഉള്ളടക്കം. രണ്ടാമതൊരു മിഷന് വേണ്ടിയിട്ട് വിജയ് പോകുന്നു. ആ രണ്ടാമത് മിഷനിൽ വന്നിട്ട് മകൻ മിസ്സാകുന്നു. തുടർന്ന് വന്നിട്ട് ഈ ഏജൻസി ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനെ പോയിട്ടിരിക്കുന്ന വിജയുടെ ജീവിതത്തിൽ വീണ്ടും എന്തൊക്കെ നടന്നു, പണ്ട് ചെയ്ത ഒരു മിഷൻ്റെ റിവഞ്ച് റിപ്പീറ്റ് ആവുകയും അത് പിന്നെ എങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചു, അതിൽ നിന്ന് ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു, തൻ്റെ കൂട്ടുകാരെ നഷ്ടമായോ നഷ്ടപ്പെട്ടില്ലയോ, തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബാധിച്ചോ ബാധിച്ചില്ലയോ എന്നാണ് വീണ്ടും തുടർന്നു പോകുന്ന കഥ. ഈ ഊഹിച്ച കഥ വിഷ്വലായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ആ പ്രതീക്ഷ ഇല്ല ഇവിടെ. തായ്ലാൻഡ് മിഷന് എന്തിനു പോകുന്നു, എന്തെടുക്കാനാണ് പോകുന്നത്, അതായത് ഒരു ഐഡിയ ഇല്ലാണ്ട് പോകുന്നു, അത് എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. അതായത് ജസ്റ്റ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ചിന്തിക്കുന്ന പോലെയും കൂടെ ഒരു നമ്മുടെ കഥാനായകനെ അവർ ചിന്തിക്കുകയും വെച്ചിട്ടില്ല. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകും, തുപ്പാക്കി എന്ന വിജയുടെ ഒരു പടം എത്ര നല്ല സിനിമയായിരുന്നു. തമിഴ് സിനിമയിൽ MGR കാലം മുതൽ ഇതേ കണ്ടന്റുള്ള കഥകൾ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് സിനിമ വന്നതിൽ ഇത് 101ാമത്തെ സിനിമ. അല്ലാണ്ട് ഈ സിനിമയെ കുറിച്ച് വേറൊന്നും പറയാനില്ല. വിജയുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ മോശമാണ്. ഈ പടത്തിന് വന്നിട്ട് ഗോട്ടിൽ നിന്നും പടത്തിൻ്റെ പേര് വയ്ക്കാണ്ട് വല്ല പരട്ടത്തലയൻ എന്നുള്ള പേരൊക്കെ വയ്ക്കാം. വിജയ് പോലൊരു ഹീറോയിനെ വെച്ചൊരു പടം എടുക്കുമ്പോൾ സോങ്സിന് ആയാലും ശരി, അതേപോലെ ഡാൻസിനായാലും ശരി കുറച്ച് പ്രാധാന്യം കൊടുത്തിരിക്കണമായിരുന്നു. കാരണം വിജയ് ഒരു നല്ല ഡാൻസറാണ്, ആ പെർഫോമൻസ് ഇതിൽ കാണാനില്ല. അതേപോലെ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-to-1 ഫൈറ്റ് അത് ഈ പടത്തിലില്ല. എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഗ്രൂപ്പിലാണ്. മിഷൻ ഗണ്ണ് വെച്ച് 1000 പേര് വെടിവെച്ച് കഴിഞ്ഞാലും നമ്മുടെ കഥാനായകൻ്റെ മേലെ ഒരു ബുള്ളറ്റും കൊള്ളില്ല. കാർ ചേസിങ്ങിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ വീലിലും കൂടെ കൊള്ളുന്നില്ല. അതേപോലത്തെ വെടിവെക്കൽ ടീമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലോജിക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തമിഴ് സിനിമയിൽ ലോജിക്ക് നോക്കാൻ പറ്റത്തില്ല. അതേപോലെ 2 വിജയുടെയും ഫൈറ്റ് സീക്വൻസ്, അതായത് ഈ വിജയ് അടി വാങ്ങിയത് കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യണോ, അല്ലെങ്കിൽ ഈ വിജയ് അടി കൊടുത്തുകൊണ്ട് സന്തോഷപ്പെടണോ എന്നിങ്ങനെ ഞാൻ തിയേറ്ററിലിരുന്ന് കൺഫ്യൂസായിരുന്നിരുന്ന സിനിമ കണ്ടത്. ശരിക്കും നമ്മൾ ഈ പടം ഇങ്ങനെ ഇരുന്ന് കാണുമ്പം ഇതിൽ ഒറിജിനൽ വില്ലൻ ആരാന്ന് നമ്മളൊന്നിങ്ങനെ തെരഞ്ഞിട്ട് പോയിന്ന് വെച്ചോ, ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ യുവൻ ശങ്കർ രാജയാണ് ഇതിൽ വില്ലൻ. അത്രയും ബോറായിരുന്നു പാട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ യുവൻ ശങ്കർ രാജയാണ് മെയിൻ വില്ലൻ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ലാസ്റ്റ് ഫൈറ്റ് ഏകദേശം ഒരു 1/2 മണിക്കൂറുള്ള ഫൈറ്റ് വന്നിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ശരിക്കും എങ്ങനെ ഉണ്ടാവണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? അതിന് ഇവന്മാർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ക്രിക്കറ്റ് കമൻട്രി എടുത്തിട്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല എങ്ങനെ ഉണ്ടാവും മ്യൂസിക് എന്ന്. അങ്ങനെ തന്നെ ഈ ഏജിങ് AI ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലേ, ഈ ഏജിങ് AI ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ശരിക്കും ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്ഥാനത്തേക്ക് അയാൾ പോകും, അയാളുടെ സ്ഥാനത്തേക്ക് ഇയാൾ വരും, അങ്ങനെയൊക്കെ ചില തിരിമറികൾ നടത്തിയിട്ട് ഡബിൾ ആക്ടിങ് കൊണ്ടുപോകുന്നതാണ് നമുക്ക് സ്വാരസ്യമായിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇത് വന്നിട്ട് ഇവർ പൊതുവേ മറ്റേ എന്താ പറയുക ഏജിങ് ടെക്നോളജിക്ക് വേണ്ടി മാത്രം ഇറക്കിയൊരു സിനിമ പോലെയാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മൊത്തത്തിൽ വന്നിട്ട് ഈ ഏജിങ് ടെക്നോളജീനെ മാത്രം വിശ്വസിച്ചെടുത്ത പടമാണ്. കഥ എന്ന് പറയുകയാണെങ്കിൽ വളരെ പഴയ കഥ, ബാക്ക്ഗ്രൗണ്ടും ഇതൊന്നും തീരെ കൊള്ളത്തില്ല. പിന്നെ
ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഈ പടം പോയി കാണുകയാണെങ്കിൽ മൊത്തത്തിൽ നിങ്ങളാണ് ഗോട്ട്, അതായത് ആട്. അറുക്കാൻ വയ്ക്കുമല്ലോ, നല്ല അറിവ് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു.